അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിൽ നമുക്ക് ലിവർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ കുറച്ച് ലിവറാണ് എടുത്തിട്ടുള്ളത്. ഈ ലിവർ ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാതെ അതിനുശേഷം നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. നല്ലോണം വേവിക്കണ്ട, ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഊറ്റി കളയാനുള്ളതാണ്. അപ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്ത് വരാം. ഇത് ഇങ്ങനെ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ ലിവറൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ഈ ലിവറിന് ഒരു സ്മെല്ലാണല്ലോ, എത്ര കഴുകിയാലും ആ സ്മെല്ല് പോവില്ല, അതുപോലെ തന്നെ വേവിച്ചാലും പോവില്ല. അപ്പോൾ അത് ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതുപോലെ ചെയ്താൽ തിളപ്പിച്ച് നല്ലോണം ഒന്ന് 2 വിസിൽ വന്നിട്ട് ഓഫാക്കി ആ വെള്ളം നമുക്കാണ്ട് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ലിവറിന്. ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യൽ. അതാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്യണത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പക്ഷെ നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യണത് എന്താ, ലിവർ കൊണ്ടുവരും, കഴുകും, അതിലേക്ക് മസാലകളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേവിക്കും, അല്ലെങ്കിൽ വരട്ടും. അപ്പോൾ അത് വെച്ചാൽ ഒരു മണമാണ്, അത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടവർ അങ്ങനെ ചെയ്യുക. ആ സ്മെല്ല് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ലിവർ കൊണ്ടുവരുമ്പോൾ അതുപോലെ തിളപ്പിച്ചിട്ട് വെള്ളം കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് വരില്ല. അങ്ങനെ തന്നെ നമ്മുടെ ലിവർ ഇവിടെ ഒരു 3 വിസിൽ വരെ ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വെള്ളത്തിൻ്റെ കളറ് കണ്ട, ഈ വെള്ളത്തിൻ്റെ കളറ് കണ്ടാൽ നമുക്കിത് കഴിക്കാൻ തന്നെ തോന്നൂല. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിവാക്കി ഒരു അരിപ്പക്കൊട്ടേക്കൊന്ന് ഒഴിച്ച് വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ പോയതിൻ്റെ ശേഷം നമുക്ക് മസാലകളെല്ലാം ചേർത്തിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ലിവർ തയ്യാറാക്കാം. അപ്പോൾ അങ്ങനെ അതാ ലിവർ ഞാൻ ഇതേ കുക്കറിക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1.5 തക്കാളി, ഒരു ചെറിയ സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറിയ സ്പൂൺ മുളകും പൊടി, അതുപോലെ പാകത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും പാകത്തിനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉപ്പും മഞ്ഞളും ഞാൻ ആദ്യം ഇട്ട് തിളപ്പിച്ചതാണല്ലോ. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുത്ത് വരാം. ഇതുപോലെ ലിവർ ഉണ്ടാക്കിയെടുത്താലാണ് കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവൽ. അങ്ങനെ തന്നെ നമ്മുടെ ലിവർ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് ഇതൊന്ന് ശരിയാക്കിയെടുക്കാനുണ്ട്. കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അപ്പോൾ അത് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നല്ലോണം വെന്തിട്ടുമുണ്ട്. കണ്ടതിൻ്റെ കറുപ്പ് കളറൊക്കെ ഒന്ന് പോയി കിട്ടിയില്ലേ. നമ്മളിത് തിളപ്പിച്ച് ഊറ്റാതെയാണ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ആ കറുപ്പ് കളറും കൂടെ ഈ മസാലമ്മ പിടിക്കും. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാനാണെങ്കിൽ വെറുപ്പ് പോകും. അപ്പോൾ ഇനി ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് താളിച്ചെടുക്കട്ടെ. അങ്ങനെ അതാ ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ അതാ നമ്മുടെ ലിവർ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ അതിൻ്റെ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതുപോലെ ലിവർ ഉണ്ടാക്കിയെടുത്താൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ തന്നെ നമ്മുടെ നല്ല ടേസ്റ്റിയായ ലിവർ പൊരിച്ചെടുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കുക. ലിവർ കിട്ടുമ്പോൾ അത് എന്തിൻ്റെ ലിവറായാലും കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് വേണം ഉണ്ടാക്കാൻ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ച് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്.